വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഇസ്ലാമോഫോബിയ, അതിൻ്റെ വ്യത്യസ്ത വശങ്ങളിലൂടെ ചർച്ച ചെയ്യുകയാണ്. സത്യത്തിൽ ഇസ്ലാം ഭീതി എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ ഇസ്ലാമിനെക്കുറിച്ച് ഭയം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ, അതൊരു പുതിയ ആശയമല്ല, പുതിയ പ്രക്രിയയല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ്. ഇസ്ലാം ഭീതിയിൽ നിന്ന് ഇസ്ലാം വിരോധം ഉണ്ടാക്കപ്പെടുകയും ഇസ്ലാം വിരോധത്തിൽ നിന്ന് ഇസ്ലാമിനോടുള്ള വംശീയമായ വെറി നിർമ്മിച്ചെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ ചരിത്രപരമായി ദീർഘകാലം കൊണ്ട് സംഭവിച്ച ഒരു പ്രക്രിയയാണ്. അതിന് ശക്തി പകരുന്ന രാഷ്ട്രീയ അനുഭവങ്ങൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കകം ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് ഇത്രയധികം വിപുലമായി ഈ പ്രതിഭാസം ചർച്ച ചെയ്യപ്പെടുന്നതിനിടയാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. നമുക്കറിയാം, പഴയ കാലത്തുള്ള ഇസ്ലാം വിമർശനങ്ങളുടെ രീതിയിൽ നിന്ന് ഇന്നത്തെ കാലത്തെ ഇസ്ലാം വിമർശനങ്ങളുടെ രീതി വളരെയേറെ മാറിയിട്ടുണ്ട്. ഇപ്പം ഓറിയൻ്റലിസം ഇസ്ലാമുമായി നടത്തിയിട്ടുള്ള സംവാദങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത് ബൗദ്ധികമായ ഒരു സംവാദത്തിൻ്റെ രൂപത്തിലാണ് വികസിച്ച് വന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ വേദങ്ങളെ, ഇസ്ലാമിൻ്റെ പ്രവാചകനെ, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ ഒക്കെ വിമർശിക്കുകയും സംവദിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ മേഖലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ, അത് വിമർശനത്തിൻ്റെ പരിധി വിട്ടുകൊണ്ട് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരത്തിൻ്റെയും ഒരു മണ്ഡലത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാര്യം. ഇപ്പം വിശുദ്ധ ഖുർആനിലെ ധാരാളം സൂക്തങ്ങളെ പഴയ കാലത്ത് വിമർശിച്ചിട്ടുണ്ട് വലിയ പണ്ഡിതന്മാരൊക്കെ, ഓറിയൻ്റലിസ്റ്റുകളൊക്കെ പ്രവാചകൻ്റെ നടപടിക്രമങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാണുന്നത്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞ പതിറ്റാണ്ടിനകം നമ്മൾ കണ്ടുവരിക്കുന്നത്, ഖുർആൻ ചുട്ടരിക്കുക, ഖുർആൻ്റെ മേലെ മൂത്രമൊഴിക്കുക, പ്രവാചകൻ്റെ ചിത്രം കത്തിക്കുക, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ മേലെ വളരെ മോശമായ രീതിയിലുള്ള നിന്ദകൾ നടത്തിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഒരു ശൈലിയാണ് ഇപ്പോൾ കാണുന്നത്. സംവാദത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് വെറുപ്പിൻ്റെ ഒരു തലത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നാണ് ഇത് നൽകുന്ന സൂചന. എന്താണ് ഇതിൻ്റെ കാരണം? എനിക്ക് തോന്നുന്നത് തീർത്തും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ രീതിയിലേക്ക് ഇസ്ലാം വിരോധം, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാം വിരോധം മാറിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ കോളനി വൽക്കരണത്തിൻ്റെ, അല്ലെ കോളനിയുടെ അവസാനത്തോടു കൂടി ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുള്ള ആ ഘട്ടത്തിൽ കോളനി ശക്തികൾ പ്രതീക്ഷയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അനുഭവങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ശീതസമരം, അതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ പതനം, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പുതിയ സങ്കല്പനങ്ങളോ രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു വലിയ രാഷ്ട്രീയ പ്രതിഭാസമായി കോളനിക്ക് ശേഷം, കോളനി അനന്തരകാലത്ത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിഭാസമായി ആഗോളതലത്തിൽ ഇസ്ലാം വരാനുള്ള സാധ്യതയിലേക്കുള്ള സൂചനകൾ 80-കൾക്ക് ശേഷം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ ഒരു പതിറ്റാണ്ടിൽ 80-കൾ 90-കൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്യുകയും ജനാധിപത്യപരമായ രീതിയിൽ അവർ പാർലമെൻറ്റുകളിലേക്കും പദവികളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയും ഉണ്ടായി. അപ്പോൾ ജനങ്ങൾ തന്നെ ജനകീയമായി തെരഞ്ഞെടുപ്പിലൂടെ
ഇസ്ലാമിക ശക്തികളും ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ വലിയ ഒരു പ്രതിഭാസമായി ഉയർന്നു വരുന്നത് സ്വാഭാവികമായും ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ രാഷ്ട്രീയമായി എതിർക്കുന്ന, പ്രത്യേകിച്ചും ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ ശക്തികളിലൊക്കെ വലിയ സംശയം ഉണർത്തുകയും അതുകൂടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലേക്കാണ് പിന്നീട് ഇസ്ലാം വിരോധത്തിൻ്റെ വികാസം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇതിനൊക്കെ മൂർത്തമായി തന്നെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു അമേരിക്കയിലുണ്ടായിട്ടുള്ള 2001 പിന്നെ ഭീകരാക്രമണം. അതോടുകൂടി അതിന് കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ പ്രയോഗമായി ഇസ്ലാമോഫോബിയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അതിന് ശക്തി പകരുന്ന പല കാര്യങ്ങളുമാണ് കഴിഞ്ഞൊരു 10 പതിറ്റാണ്ടിൽ നമ്മൾ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ കണ്ടിട്ടുള്ളത്. ഈ ഒരു ഇതിൻ്റെ ചരിത്രപരമായ വികാസത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഇതാണ് ഇതെനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു കാര്യമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള വൻതോതിലുള്ള ഏഷ്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം. അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഉള്ള ആഫ്രിക്കയിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള കുടിയേറ്റം. ആ കുടിയേറ്റത്തിലെ വലിയൊരു ശതമാനം മുസ്ലിങ്ങളായിരുന്നു. അപ്പം അതിൻ്റെ 2ാം 3ാം തലമുറകൾ ഉദിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സ്വാഭാവികമായും ഇവിടെ ഇസ്ലാം എന്നതിനേക്കാൾ മുസ്ലിങ്ങൾ എന്ന രീതിയിലേക്കാണ് ഇസ്ലാമോഫോബിയയുടെ ഇപ്പോഴത്തെ ചർച്ചകൾ പോകുന്നത്. ഇസ്ലാമിനേക്കാൾ ഉപരിയായി മുസ്ലിങ്ങൾ, അതായത് ഡെമോഗ്രഫി, ജനസംഖ്യ ആണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം അടുത്ത കാലത്ത് ഇസ്ലാമോഫോബിയെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ നിരീക്ഷിക്കാൻ സാധിക്കും. അപ്പം മുസ്ലിങ്ങൾ ഒരു വലിയ, ഇവിടെ യാസിൻ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മുസ്ലിങ്ങൾ അമേരിക്കയിലെ വലിയൊരു നിർണായക ശക്തിയായി, ജനസംഖ്യ ശക്തിയായി വളർന്നു വരുന്നു. യൂറോപ്പിലെ വലിയൊരു ജനസംഖ്യ ആയി മുസ്ലിങ്ങൾ വളർന്നു വരുന്നു. ഫ്രാൻസിലെ വലിയൊരു ജനസംഖ്യയായി മുസ്ലിങ്ങൾ ഈ ഒരു ഭീതി അതുകൊണ്ടാണ് അവിടുത്തേക്ക് തന്നെ കടുത്ത വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവിടെ വളരുന്നതും അവർ ഇസ്ലാമോഫോബിയെ ഉപയോഗപ്പെടുത്തുന്നതും. അമേരിക്കയിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിലുണ്ടായ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കാണാൻ സാധിക്കും. ബ്രിട്ടനിൽ നടന്നിട്ടുള്ള ഹിതപരിശോധന നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുടിയേറ്റമാണ്. കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള കുടിയേറ്റമാണ് ഇസ്ലാമോഫോബിയയെ ശക്തമായി ജ്വലിപ്പിച്ച് നിർത്തുന്നതിന് സഹായകമായിട്ടുള്ള ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെ, ഇതിന് രണ്ടാമത്തൊരു ഭാഗം ഇവിടെ പലരും ചർച്ച ചെയ്ത പോലെ തന്നെ ഇതെങ്ങനെയാണ് നേരിടേണ്ടത്, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി പരിശോധിക്കേണ്ടത് എന്ന് തോന്നുന്നു. എനിക്കൊരു തോന്നുന്നൊരു കാര്യം, ഇസ്ലാമോഫോബിയ ഒരു യാഥാർത്ഥ്യമാണ് എന്നതോടൊപ്പം തന്നെ ഇസ്ലാമോഫോബിയയെ എങ്ങനെ സമീപിക്കണം എന്ന കാര്യത്തിലും കൃത്യമായ ഒരു നിലപാട് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, വളരെ നേരത്തെ തന്നെ ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇപ്പം ഓറിയന്റലിസ്റ്റുകളായിരുന്നാലും മറ്റ് പലരും ഇസ്ലാമിനെക്കുറിച്ച്, യുക്തിവാദികൾ വളരെ കാലഘട്ടമായി ലോകത്തും ഇന്ത്യയിലും നമ്മുടെ നാട്ടിലൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനങ്ങളോട് എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം എൻഗേജ് ചെയ്തിട്ടുള്ളത് എന്നത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെയാണോ ഇപ്പോൾ എൻഗേജ് ചെയ്യുന്നത് എന്നും പരിശോധന വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളായി എടുക്കാതെ അതിനെ മൊത്തത്തിൽ തന്നെ വിമർശനങ്ങളെ മൊത്തത്തിൽ അടയ്ക്കുന്ന രീതിയിൽ സംവാദങ്ങളെ റദ്ദാക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമോഫോബിയ വഴിമാറുന്നുണ്ടോ, അതിനെക്കുറിച്ചുള്ള നിലപാട് വഴിമാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെ ഉയർന്നു വരുന്ന, മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ, മുസ്ലിം സമൂഹത്തിൻ്റെ അകത്ത് തന്നെ ധാരാളം ഉള്ള പരിഷ്കരണ ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് ഓറിയന്റലിസവും അതുപോലെ പാശ്ചാത്യ ബുദ്ധിജീവികളുമൊക്കെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് ശക്തമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്ന സമയത്ത് അതിനോട് സംവദിക്കുമ്പോൾ പോലും സമൂഹത്തിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള ആത്മപരിശോധനകളും പരിഷ്കരണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന്, പ്രത്യേകിച്ചും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ പരിഷ്കരണത്വര പറ്റേ അടഞ്ഞു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രതിരോധത്തിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നുണ്ടോ? ഇപ്പം എല്ലാ കാര്യത്തെയും അത് ഇസ്ലാമോഫോബിയാണ്
എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ടോ? മുസ്ലിം സമൂഹത്തിൻ്റെ അകത്ത് അനിവാര്യമായ പരിഷ്കരണ ഉദ്യമങ്ങളെ റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള ഇസ്ലാമോഫോബിയോടുള്ള സമീപനം മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇപ്പോൾ ഇസ്ലാമിനകത്ത് അനിവാര്യമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ നമുക്കറിയാം. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ ഒരുപാട് പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, എല്ലാ മേഖലകളിലും, സാമ്പത്തിക രംഗത്തൊക്കെ ഇത്തരം പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ അകത്തു നിന്നോ പുറത്തു നിന്നോ ഉന്നയിക്കപ്പെടുമ്പം അതൊക്കെ ഇസ്ലാം വിരോധമാണ്, ഇസ്ലാമിനെതിരാണ് എന്നൊരു മുൻവിധി ഉണ്ടാക്കുന്നതിൽ ഇസ്ലാമോഫോബിയയോടുള്ള സമീപനം കാരണമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് തോന്നുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ അതിനുള്ള പ്രതികരണം വൈകാരികമായി മാറുക എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയെ തന്നെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് വളരെ കൃത്യമായി തന്നെ ഇസ്ലാമോഫോബിയ വളർത്തിയ ഘടകങ്ങളിൽ ഏറ്റവും വലിയൊരു ഘടകം, ഏറ്റവും വലിയ സംഭാവന നൽകിയത് മുസ്ലിം സമൂഹത്തിനകത്തു നിന്നാണ് എന്ന കാര്യത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. കാരണം അതിൻ്റെ പ്രതികരണം വൈകാരികമായി തീർന്നതുകൊണ്ട്. ആ വൈകാരികത മാറ്റി നിർത്തുകയും അതിന് അതിൻ്റേതായ തലത്തിൽ നിന്നുകൊണ്ട് നേരിടാൻ സാധിക്കുകയും ചെയ്യുക, ബൗദ്ധികമായി നേരിടാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം. അല്ലാത്ത പക്ഷം നേരത്തെ നമ്മൾ കണ്ട പോലെ ഇതാണ് ഞങ്ങൾ പറയുന്നത് എന്ന് സാധൂകരിക്കത്തക്ക വിധത്തിൽ ഇപ്പം പിന്നെ പലപ്പോഴും അതിനെയും അത്തരം കാര്യങ്ങളെയും ഒരുപാട് വിമർശനങ്ങളുണ്ടാവാം. ഉദാഹരണം പറഞ്ഞാൽ IS എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു അനുഭവം, അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ, അത് ഇസ്രായേലിൻ്റെ സൃഷ്ടിയാണ്, അമേരിക്കയുടെ സൃഷ്ടിയാണ്, സാമ്രാജ്യത്തിൻ്റെ സൃഷ്ടിയാണ് എന്നൊക്കെ ഒരു വിശകലനങ്ങളുണ്ട്. എന്നാൽ അത് മാത്രം പൂർണ്ണമായും ശരിയാണ് എന്ന് വിചാരിക്കാൻ സാധിക്കുമോ? ഇത് പിന്നെ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു പ്രതിഭാസമൊന്നുമല്ലല്ലോ IS എന്ന് പറയുന്നത്. നമുക്ക് അന്വേഷിക്കാനും നോക്കാനും വിശകലനം ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ ഇന്നുമുണ്ട്. മാത്രമല്ല ഒരുപാട് വിശ്വസനീയമായ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് നൽകുന്ന വിവരങ്ങളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ അത് പുറത്തുനിന്നുണ്ടാക്കിയ ഉൽപ്പന്നമാണ് എന്ന് പറയുന്നത് വസ്തുതാപരമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം തീർച്ചയായും അത്തരം ഉള്ള ഹിംസാത്മക ശക്തികളെ ഉണ്ടാക്കുന്നതിൽ സാമ്രാജ്യത്വത്തിനും സയൻസത്തിനും അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയ പ്രതിഭാസങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും പങ്കുണ്ട്. ആ പങ്കുകൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തിനകത്തു നിന്നും ഒരു പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അംഗീകരിക്കേണ്ടതാണ്. അപ്പം മൊത്തത്തിൽ അതിനെ സംരക്ഷിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ ഇസ്ലാമോഫോബിയെക്കുറിച്ചുള്ള സംവാദങ്ങൾ, വ്യവഹാരങ്ങൾ കാരണമായിക്കൂടാ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് വരുന്ന പരിഷ്കരണ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരിക്കലും തന്നെ ഇസ്ലാമോഫോബിയയുടെ ടെർമിനോളജികൾ ഉപയോഗിക്കപ്പെട്ടുകൂടാ. രണ്ടാമത്തത്, ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന ഹിംസാത്മക പ്രവണതകളെയും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലേക്കും ഈ ഇസ്ലാമോഫോബിയ കാരണം പോയിക്കൂടാ. തീർത്തും ബൗദ്ധികമായ രീതിയിൽ ഉള്ള ഒരു സംവാദ മണ്ഡലമായി അതിനെ മാറ്റേണ്ടത്. മറ്റൊന്ന്, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ പൊതുമണ്ഡലത്തിൽ ഇസ്ലാമോഫോബിയ പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട പക്വമായ ഒരു നിലപാടിനെ കുറിച്ചാണ്. അതായത് പലപ്പോഴും ഇപ്പം കേരളത്തിൽ നമുക്കറിയാം, ഇന്ത്യയിൽ നമുക്കറിയാം, സാമാന്യമായി പറഞ്ഞാൽ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒക്കെ കൂടെ നിൽക്കുകയും വംശീയ രാഷ്ട്രീയത്തെ എതിർക്കുകയും ചെയ്യുന്ന കക്ഷികളെ പോലും ചില സന്ദർഭത്തിൽ ചില വ്യക്തികളോ ചില അടവ് നയങ്ങളോ പ്രത്യേക സമയത്ത് എടുക്കുന്നതിൻ്റെ പേരിൽ അത് മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് അവരെ മൊത്തത്തിൽ ഇസ്ലാം വിരോധികളാക്കി തീർക്കുന്ന ചില നിലപാടുകൾ പലപ്പോഴും കാണാറുണ്ട്. അത് അപകടകരമാണ്. അടിസ്ഥാനപരമായി മൗലികമായി ഒരു പാർട്ടിയോ ഒരു സമൂഹമോ എടുത്തിട്ടുള്ള നിലപാട് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പരിഗണിക്കുകയും എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റുക എന്ന രീതിയിലേക്ക് ഇസ്ലാമോഫോബിയയുടെ അളവുകോൽ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.